സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ, ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപ ചുമടിനെ ശിരസു കൊണ്ടു ചുമന്നൊഴിപ്പതിന് കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. റിമ പഗരിസ റിമ പഗരിസ റിമ പാദമ പരിസ സദരി സദപദ. സ്തുതിപ്പിൻ യേശുദേവനെ. വഴിയും സത്യവും ജീവനും ഇവനെ. അവനരികിൽ വരൂ വഴിയും ആശ്വാസമേകുമേ അവൻ. പാവച്ചുമടൊഴിച്ചവർ മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ളിൽ കൃപ പൊഴിയുമേ മേഘത്തൂണിൽ നിന്നു പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവനകലെ കളയുമേ. യേശു രാജാവിനോഷധ വല്ലഭനാം യേശുനാഥൻ വരും സർവവല്ലഭ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും മലങ്കരയിൽ നവീകരണ മുന്നേറ്റത്തിന് അടിത്തറ പാകുകയും ചെയ്ത വിദ്വാൻ കുട്ടിയച്ചൻ എന്ന യൂസ്തൂസ് ജോസഫിൻ്റെ അതിമനോഹരവും അർത്ഥസമ്പുഷ്ടവുമായ ഗാനങ്ങൾ ഇന്നും മലയാളി ക്രൈസ്തവർ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നവയാണ്. സമീപകാലത്ത് യൂസ്തൂസ് ജോസഫിൻ്റെ ഈ പരദേവനഹോ എന്ന ഗാനം ഒരു ഹൈന്ദവ ഭജന സംഘം അവരുടെ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു. ഈ വീഡിയോയിൽ ഈ പരദേവനഹോ എന്ന ഗാനം ഉൾപ്പെടെ യൂസ്തൂസ് ജോസഫ് രചിച്ച 5 ഗാനങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് യൂസ്തൂസ് ജോസഫിൻ്റെ പരമ്പരയിലെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ 5ാം തലമുറയിൽപ്പെട്ട അനുഗ്രഹീത സംഗീത അധ്യാപികയും ഗായികയുമായ സിജി കിഷോറിൻ്റെ നേതൃത്വത്തിലാണ്. സിജി കിഷോറിൻ്റെ ഭർത്താവും സംഗീത അധ്യാപകനും ക്രിസ്തീയ ശുശ്രൂഷകനുമൊക്കെയായ കൃഷ്ണേന്ദുകുമാറും അവരുടെ മകൻ സ്വരൂപും ഈ ഗാനാലാപനത്തിൽ പങ്കുചേരുന്നുണ്ട്. അവരുടെ മറ്റൊരു മകൻ ശ്രേയസാണ് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. സിജി കിഷോറും ഭർത്താവ് കൃഷ്ണേന്ദുകുമാറും തിരുവനന്തപുരം സ്വാതിനിരുതാൾ സംഗീത കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയവരാണ്. അവർ ദീർഘവർഷങ്ങളായി 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്നു.
ശാസ്ത്രീയ സംഗീത പഠനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ പുറകോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർണാടക സംഗീതം പഠിക്കുവാൻ പലപ്പോഴും ഹൈന്ദവ ദേവ സ്തുതികൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ സിജി കിഷോറും ഭർത്താവും സംഗീതം പഠിപ്പിക്കുന്നത് ഇതര ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടല്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നേരിട്ട് പരിശീലനങ്ങൾ ലഭിക്കുന്നത് പോലെ തന്നെ ഓൺലൈനിലൂടെ ഇവർ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാറുണ്ട്. ഇവരുടെ ക്ലാസ്സുകളിൽ 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ സംഗീതം അഭ്യസിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ക്ലാസ്സിൽ പങ്കുചേരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, ഇത് ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ഒന്നിച്ച് ഒരു ക്ലാസ് കൊടുക്കുന്ന രീതിയല്ല, അവർ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായി സംഗീതം പഠിപ്പിക്കുന്നു എന്നുള്ളതും അവരുടെ പ്രത്യേകതയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ക്രമീകൃതമായി ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോയിൽ അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ദയവായി വിളിക്കുക. ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഥകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഥയല്ല, സത്യത്തിൽ ചരിത്രമാണ്. നമ്മുടെ ഒരു സംസാരത്തിൻ്റെ ഒഴുക്കിന് നമ്മൾ കഥയെന്ന് പറയുന്നത്. ഓക്കെ, സത്യത്തിൽ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്നുള്ള നിലയിൽ കർണാട്ടിക് സംഗീതം പഠിപ്പിക്കുകയും ആ ഒരു ജീവിതം തുടരുകയും ചെയ്തു. അതെ. എവിടെ വെച്ചാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്ന് മാറുന്നത്? അതോ ഇപ്പോഴും അത് തുടരുകയാണ്? കർണാടക സംഗീതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈന്ദവ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട ഹൈന്ദവ ദൈവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ആളാണ്. ദൈവസ്തുതികളും ഒക്കെ ചേർന്നത്. അതെ. അപ്പൊ ക്രിസ്തുവിനെ ഞങ്ങൾ അറിഞ്ഞു, അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അത് യഥാർത്ഥ ദൈവമല്ല എന്ന് ഞങ്ങളുടെ അകത്തൊരു ബോധ്യം വന്നു. മനസ്സിലായി. പ്രത്യേകിച്ച് ബൈബിളും കൂടെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ വചനം ഇങ്ങനെ പറയുന്നത്, സ്വർഗത്തിലുള്ളതും സ്വർഗത്തിന് കീഴെ ഭൂമിയിലുള്ളതും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിന്റെ പ്രതിമയെ നീ നമസ്കരിക്കരുതെന്ന് ദൈവത്തിന്റെ പ്രമാണം പറയുമ്പോൾ ഈ പ്രമാണം തന്നെ തെറ്റിച്ച് നടന്നിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ. അപ്പോൾ മനസ്സിലായി, ഇനി ആ ദൈവങ്ങളെ അല്ല വിളിക്കേണ്ടത്, ഈ ക്രിസ്തുവിനെ മാത്രമാണ് നാം വിളിക്കേണ്ടതെന്ന് ഒരു തിരിച്ചറിവ് ലഭിക്കാനിടയായി. എങ്കിലും ഞങ്ങളുടെ പ്രൊഫഷണൽ ആ ഒരു കർണാട്ടിക് മ്യൂസിക് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അനേക കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പഠിപ്പിച്ചിരുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ അതൊരു പ്രൊഫഷണൽ ലെവൽ മാത്രമാക്കി, ഉപജീവന മാർഗം മാത്രം അങ്ങനെ ഒരു ലെവലിലേക്ക് ആക്കി. കാരണം ഇത് യഥാർത്ഥ ദൈവം ക്രിസ്തുവും മറ്റേതൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് മാത്രം മാറ്റപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൃഷ്ണഗാഥ എന്ന് പറഞ്ഞ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ആരായാലും നമ്മൾ അത് പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ഒരു പരിണാമവാദം തെറ്റാണെന്ന് നമുക്കറിയാം, എങ്കിലും സ്കൂളിൽ പഠിക്കുകയും മാർക്ക് നേടുകയും ചെയ്യാനായിട്ട് നമ്മൾ അത് എഴുതുകയും പഠിക്കുകയും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ. അപ്പൊ പിന്നെ ഇത് സത്യമാണെന്ന് അറിഞ്ഞെങ്കിലും ആ പ്രൊഫഷണൽ അങ്ങനെ തന്നെ നിലനിന്നത് കൊണ്ട് ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിക്കാനിടയായി. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ജീവിതത്തിലുള്ള അസ്വാരസ്യങ്ങള്, പിന്നെ നമ്മുടെ പറയുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവം, ഞങ്ങൾ തമ്മിൽ പോലും പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അലയടിക്കാനിടയായി. വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായിരുന്നു? അപ്പോഴത്തേക്ക് ഈ ഞങ്ങളുടെ കുഞ്ഞിന് രണ്ടാമത്തെ മോനൊരു 1.5 വയസ്സ് 2 വയസ്സോളം ഏകദേശം ആകുന്നു. അപ്പോൾ വിവാഹം നടന്നിട്ട് നമുക്ക് 1997-98 കാലഘട്ടങ്ങളിലാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നത്. 98-ഉം 6 വർഷം കഴിഞ്ഞപ്പോൾ ആണ് ഈ വിശ്വാസത്തിന്റെ വരുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹം ഞാൻ പ്രാർത്ഥിക്കാം, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, നമ്മൾ അതുപോലെ തന്നെ ഈ പഠിപ്പിക്കുന്ന ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല, നമ്മളിതെല്ലാം വിട്ട് പോരണം എന്ന് പറയുമ്പോഴും ഇദ്ദേഹം പറയും, സിജി ഇത് വിട്ടു പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പം നീ ചിന്തിക്കണ്ട എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനിരുന്നങ്ങ് അന്നേരവും എൻ്റെ ഏറ്റവും ആശ്രയം ദൈവസന്നിധി ഇരുന്ന് കരയുക. അത് നടന്ന് കരയും, ചിലപ്പം അങ്ങ് ഇരുന്ന് വിഷമിക്കും, ഇങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞ് അപ്പോഴത്തേക്കാണ് ഈ ചെറിയ മോന്
ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം പോലെ അവൻ്റെ മുഖമായി. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ എന്നെ പ്രായമുള്ള 1.5 വയസ്സ് കാണും. 1.5 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സുള്ള എന്ത് സംഭവിച്ച ശരിക്കും? ശരിക്കും അവനൊരു അലർജി ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതിനെ ആയുർവേദവും ഹോമിയയും ഇംഗ്ലീഷ് മെഡിസിനും എല്ലാം ചെയ്ത് നോക്കി. അലർജി എന്ത് സംഭവിച്ചു? എന്തു സംഭവിക്കുന്നു കുഞ്ഞിന്? ഈ 1.5 വയസ്സുള്ള കുഞ്ഞിന് ഓൾ ഓഫ് എ സഡൻ എന്ത് സംഭവിച്ചു? അതായത് മോനിങ്ങനെ വെള്ളം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ ഇങ്ങനെ ബേസിനകത്ത് വെള്ളം വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. നോക്കിയപ്പോൾ എൻ്റെ കയ്യിലല്ല ഇങ്ങനെ പുഴു ആട്ടിയതുപോലെ തടിച്ചിങ്ങനെ, അതുപോലെ മുഖത്തൊക്കെ ഇങ്ങനെ ബഡ്ജ് ചെയ്ത് വരിക. അപ്പൊ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ നെറ്റിയുടെ ഭാഗത്തുനിന്ന് പിന്നെ മാംസം ഇങ്ങനെ വന്നിറങ്ങി ഈ കണ്ണ് രണ്ടും അങ്ങ് മാംസം കൊണ്ട് മൂടി. നീര് വന്ന് കണ്ണ് രണ്ട് മാംസം കൊണ്ട് മൂടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകാരം എങ്ങനെയാണോ ആ മുഖം ഇരിക്കുന്നത് അതുപോലെ കുഞ്ഞിന്റെ മുഖം ബോൾ പോലെ അങ്ങായി. അപ്പം പിന്നെ കണ്ണ് കാണത്തില്ലല്ലോ. പിന്നെ ശബ്ദം എവിടെ കേൾക്കുന്നു ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ആ കുഞ്ഞ് ടേൺ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയത്തില്ല. നമുക്കറിയാം നമ്മുടെ ഒരു കുഞ്ഞിന് മൂക്കുപനി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഇത് നമുക്ക് ഒരിക്കലും താങ്ങാൻ കഴിയത്തില്ല. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴഞ്ചേരി ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തു. ചേഞ്ച് ഒന്നും വന്നില്ല. പിന്നെ ഈ 1.5 വയസ്സുള്ള കുഞ്ഞിന് പിന്നെ ICU അവർക്ക് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർ ചെയ്യുന്നത് എന്നാ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ICU അവിടെ കിടത്തിയേക്കെന്നൊക്കെ പറയുന്ന. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ തീരെ കുഞ്ഞിനെ അവർക്ക് അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾക്കൊരു മനസ്സ് അനുവദിക്കുന്നില്ല. തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്തൊരു ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് കാണിച്ചു. അവരെന്തൊക്കെ മെഡിസിൻ കൊടുത്തു, അതിനും ഒന്നും കുറവ് വന്നില്ല. പിന്നെ വേറെന്തോ മരുന്ന് പച്ചമരുന്ന് എന്തൊക്കെ കൊടുത്തു, എന്നിട്ടും കുറവ് വന്നില്ല. അപ്പൊ ഞങ്ങളുടെ അനിയത്തി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരി വന്നു. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു. ഇവര് പറഞ്ഞു നമുക്ക് എന്നായിരുന്നു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ചാച്ചാ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. എങ്കിലും ഈ നമ്മുടെ അപ്പന്മാര് പറയുന്ന കേട്ടില്ലേ, ഇടാ മരിക്കാൻ പോകുന്ന മുങ്ങി ചാകാൻ പോകുന്നവരെ കച്ചത്തിൽ വീട്ടുകാരും ഒരു ആശ്രയമാണെന്ന് പറയുന്നത് പോലെ എന്നാൽ സൗഖ്യമാകുന്നെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി 3 പേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഇതുവരെ കരഞ്ഞിട്ടില്ലാത്തതുപോലെ നമ്മൾ കരയുന്നത്. നിലവിളിച്ചു കരയുക. ഞങ്ങൾ പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, യേശുക്രിസ്തു സത്യമുള്ള ദൈവമാണെങ്കിൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകട്ടെ, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഇനി മറ്റേ ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ പോകത്തില്ല. ഈ വിഗ്രഹാരാധന, ആ ദൈവങ്ങളെ ആരാധിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് പോകത്തില്ല. യേശുക്രിസ്തു സത്യദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, മറുപടി തരുന്നത്, ഇങ്ങനെയൊക്കെ പറയുക. ആ ദൈവമാണെങ്കിൽ എൻ്റെ കുഞ്ഞ് സൗഖ്യമാകട്ടെ, ഞാനത് വിശ്വസിക്കാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനിടയായി. അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, കുഞ്ഞിനെ സൗഖ്യമാക്കണം, ഇനി യേശുവിന് വേണ്ടി മാത്രമേ പാടത്തുള്ളൂ, ഇനി വേറൊരു പാട്ടും ഞങ്ങളുടെ നാവിൽ കൂടി. അതുവരെ ഞങ്ങള് അതെ, അത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കർത്താവെ, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ നേരത്തെ ഞാൻ അവനെ എങ്ങനായിരുന്നു അവനെ എനിക്ക് കിട്ടിയത് അതുപോലെ അവനെ ആക്കി തരാമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇനി ഈ സ്കൂള് നിർത്തി, ഈ പാട്ട് നിർത്തി, ഇനി ഞങ്ങൾ കർത്താവിന് വേണ്ടി മാത്രം പാടാം എന്നൊരു തീരുമാനമെടുത്തു. ആ ഒരു തീരുമാനം അങ്ങോട്ട് കഴിയുകയും അന്യഭാഷ അങ്ങനെ തീരുമാനിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരെ പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ ഒരു ഹോളിനകത്ത് പായിട്ട് കിടത്തിയേക്കാം. ഞങ്ങൾ 3 പേരും പ്രാർത്ഥിക്കും. അപ്പൊ ഇവൻ പപ്പയെന്ന് വിളിച്ചു, എന്നെ പപ്പയെന്ന് വിളിച്ചു. ഞാനിങ്ങനെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഈ 3 ദിവസമായിട്ടാണ് ഈ നടക്കുന്നത്. അപ്പൊ 3 ദിവസമായിട്ട് കണ്ണ് തുറക്കാതെ ഇരിക്കുന്ന ഈ കുഞ്ഞ് പപ്പയെന്ന് വിളിച്ച് മുഖത്തോട് നോക്കിയപ്പോൾ 3 ദിവസമായിട്ട് മാറ്റമില്ലാതെ കുഞ്ഞിന്റെ 1.25 കണ്ണും തുറന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്തോ അത്ഭുതമാണ്, ഇത് അത്ഭുതം തന്നെ. യേശുക്രിസ്തു എന്ന് പറയുന്നത് എന്തോ അത്ഭുതമാണ് നമ്മുടെ മനസ്സിൽ അപ്പോഴങ്ങ് തോന്നുക. വീണ്ടും അപ്പൊ നമുക്ക് ഇന്ന് പ്രത്യാശ എന്ന് പറയുന്നെങ്കിൽ അന്ന് പ്രത്യാശ എന്നൊന്നും പറയുന്നില്ല, എങ്കിലും ആ ഒരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ടായി. അപ്പൊ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ച് അപ്പം ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാകും എന്നുള്ള ചിന്ത അകത്ത് വന്നപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും അത്ഭുതം എന്ന് പറയട്ടെ, ഈ കുഞ്ഞിന്റെ നീര് ഇങ്ങനെ കുറേശ്ശെ കുറഞ്ഞ് അത് മറ്റേ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് കംപ്ലീറ്റ് നോർമലായി.
പിന്നെ അവൻ Completely അങ്ങനെ normal, തേജസ് normal. ഉള്ള ഒരു കുഞ്ഞായിട്ട് അങ്ങ് തീർന്നു. അപ്പൊ എനിക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, യേശു അല്ലാതെ ലോകത്തൊരു ദൈവത്തിനും രക്ഷകനായിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ യേശുവിനല്ലാതെ വേറൊരു ദൈവത്തിനും കഴിയത്തില്ല. യേശു, അപ്പൊ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി, യേശു എന്ന് പറഞ്ഞ ദൈവം ഒരു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, മതത്തിന്റെയോ സംഘടനയുടെയോ സമുദായത്തിന്റെ ഒരു ദൈവമല്ല. കാരണം ആര് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാലും അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണെന്ന് അങ്ങനെ അന്ന് ആ സ്പോട്ടിൽ ഞങ്ങൾക്ക് ബോധ്യം വന്നു. അന്ന് മുതൽ ഞങ്ങൾ തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രമേ ജീവിക്കത്തുള്ളൂ എന്ന തീരുമാനമെടുത്ത് അങ്ങനെയാണ് ഈ ക്രിസ്തുവിലേക്ക് പൂർണ്ണമായി ഞങ്ങൾ അല്ല, ആ സമയത്ത് തന്നെ ആ കുഞ്ഞിന് ആ രോഗസൗഖ്യം കൊടുത്തല്ലോ. ആ രോഗസൗഖ്യം ഞങ്ങൾക്ക് തന്നൊരു വരമാ ദൈവം. പിന്നെ ഞങ്ങൾ എവിടെ തൊട്ടാലും കർത്താവിടെ രോഗസൗഖ്യം ദൈവം കൊടുക്കും. ദൈവം അത് പറയാം, അതിനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ അന്ന് രോഗസൗഖ്യത്തിന്റെ ഗിഫ്റ്റ് വന്നു. ഇദ്ദേഹം പറഞ്ഞു, അന്യഭാഷ എന്ന് പറയുന്ന സത്യമാണെങ്കിൽ ഞാൻ അന്യഭാഷയിൽ എനിക്ക് സംസാരിക്കണം കർത്താവേ, എനിക്ക് നിന്നെ അന്യഭാഷയിൽ ആരാധിക്കണം ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനസ്സിലാ പറയുന്നേ, ഞാൻ അറിയുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങ് പറയൂ അന്യഭാഷ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇല്ല സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുമല്ലാതെ ഒന്നും. പക്ഷെ എന്റെ നാക്ക് കുഴഞ്ഞ് ഞാൻ അങ്ങ് പറയാൻ തുടങ്ങി വേർഡുകൾ വരുവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കർത്താവെ ഞാനല്ലയോ നിന്നോട് അന്യഭാഷ ചോദിച്ചതാണ്ട് അവൾ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ നാക്കിൽ എന്തോ ഒരു ഗോലി ഇട്ട് കൊടുക്കുന്നത് പോലെ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തു. പിന്നെ ഇദ്ദേഹം അങ്ങ് പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അന്ന് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അതങ്ങോട്ട് കഴിയുമ്പോൾ ഞാൻ അങ്ങ് റെവലേഷൻ കാണുക, ഇപ്പൊ വെളിപ്പാടുകൾ കാണുക. അപ്പോൾ വെളിപ്പാട് കാണുമ്പം എനിക്കൊരിക്കലും വെളിപ്പാടിലോ അന്യഭാഷയിലോ ഒന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം എനിക്ക് അതിനകത്തൊട്ടും വിശ്വാസമില്ല. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ സംഭവിച്ചത്, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കോള് വന്നു. ഞാനത് പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. ആ വീട്ടിൽ അത് സംഭവിച്ചത് അതെ, ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ വീട്ടിനകത്ത് പൂജാപുരയോട് ചേർന്ന് ഒരു ബോഡി ഡെഡ് ബോഡി ഒരു ഇലക്കകത്ത് ഒരു ഡെഡ് ബോഡി ഇട്ടേക്കുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇതുപോലെ ചിറ്റപ്പെണ്ണാണ്ട് മരിച്ചതായിട്ട് കാണുന്നു, ഇതെന്തുവാ സംഭവിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഇങ്ങനെ കാണുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുമല്ല, അങ്ങനെ അസുഖമായിട്ടുള്ള 10-65-70 വയസ്സിനകത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ കിടക്കുന്നു. പെട്ടെന്ന് അവിടുന്ന് കോള് വന്നു. അപ്പൊ കണ്ടത് അതുപോലെ സംഭവിച്ചു. പിന്നെ കാണുന്നത് മൊത്തം എന്നെ വചന വെളിപ്പാടാ കാണിക്കുന്നത്. എനിക്കിപ്പോഴും കർത്താവ് വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കുന്നത്, വചനത്തിൽ കൂടെ അങ്ങനെ ആ വചന വെളിപ്പാട് കിട്ടി. രോഗസൗഖ്യത്തിന്റെ ആ വരം ദൈവം തന്നു. പിന്നെ അന്യഭാഷ അടയാളത്തോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരാൻ തുടങ്ങി. ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് പിന്നെയും നല്ലൊരു ദൈവത്തിലൊരു പ്രത്യാശ വന്നു തുടങ്ങി, സ്റ്റെപ്പ് ബൈ. അപ്പോഴെനിക്ക് പിന്നെ എന്നോടെല്ലാം ഫസ്റ്റിൽ ഇടപെടുന്നത്. പിന്നെ എനിക്ക് അങ്ങ് ഇടപെടുക, എനിക്ക് ഈ സ്കൂളും എല്ലാം കളയും, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണം, കർത്താവിന് വേണ്ടി ജീവിക്കണം, ബൈബിൾ കോളേജിൽ പോകണം, ഇങ്ങനെയൊക്കെ അങ്ങ് ഇതാ. അപ്പം അങ്ങനെ പോകാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. എങ്കിലും ഇദ്ദേഹം അന്ന് അങ്ങോട്ട് വില്ലിങ് അല്ല, സ്കൂൾ കളയാൻ വില്ലിങ് അല്ല. അപ്പം കർത്താവ് പറഞ്ഞു, എന്താ ചീമുട്ട നാറുന്നത് പോലെ അല്ലെങ്കിൽ ഒരു തേനീച്ചയുടെ കൂട് എന്നെ കാണിച്ചിട്ട് ആ തേൻ അതിൽ നിന്ന് എടുത്ത് തേനീച്ചയും പറന്നുപോയി, കൂട് അവശേഷിച്ചിരിക്കുന്ന കാണിച്ചു. അങ്ങനെ കാണിച്ചപ്പം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ താമസിക്കുന്ന മാരാമണ്ണ വീട് മാറാറായി. അവിടുന്ന് മാറി വേറെ പോകാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി റെഡിയാകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വില്ലിങ് ആയില്ല. കാരണം ഈ കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നി മോനെ അവിടെ ഗുഡ്ഷെപ്പേഡ് സ്കൂളിൽ പഠിക്കുക അല്ലേ, പിന്നെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വില്ലിങ്. അത് അത്രയും കർത്താവ് ചെയ്തിട്ടും ഇസ്രായേൽ മക്കൾ ആദ്യം ചെയ്യുമ്പം അത് ഭയങ്കര സന്തോഷമുള്ള, പിന്നെ അവരങ്ങ് മറക്കും. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ലൈഫ്. അപ്പം ഞങ്ങൾ പിന്നെ അത് പെതുക്കെ അങ്ങ് മറന്നു. സ്കൂള് വിടാൻ തയ്യാറാണ് അല്ല എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുമോ. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് മനസ്സിന് ഇല്ല ഭാഷ കലക്കിയതുപോലെ. ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു ഡിവോഴ്സിന്റെ വക്കത്തെത്തിയാണ്. ഇത്രയും കർത്താവ് നടത്തിയിട്ട്
ഇങ്ങനൊരു വല്ലാത്ത അവസ്ഥയിലെത്തി. പിന്നെ എനിക്ക് ഭയങ്കര ഞാൻ ഈ ഇദ്ദേഹത്തെ ഒരു ദിവസം ഒരു 300 പ്രാവശ്യം ചേട്ടാന്ന് എപ്പോഴും ഡിപ്പെൻഡായി ഇദ്ദേഹത്തെ. അപ്പം ഇദ്ദേഹവും ഞാനുമായിട്ടൊരു കണക്ഷൻ അങ്ങ് വിട്ടതുപോലായി. പിന്നെ ലാസ്റ്റ് സ്റ്റേജായി. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിട്ട് ഏകദേശം 1 വർഷം അതിങ്ങനെ സ്ട്രഗിളിൽ കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു വീട് വീണ്ടും എടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ച് പിന്നെ ഇങ്ങനെ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ഞങ്ങളങ്ങ് തീരുമാനിച്ചു. പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങളൊരു ഹോസ്പിറ്റലോട് രാവിലെ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് രാവിലെ ഒരു 9:30 കഴിയുമ്പോൾ ഓഫീസിൽ പോകുന്നത് പോലെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും ദൈവം ചില റൂട്ട് കാണിക്കും, ആ റൂട്ടിലോട്ട് പോയി കർത്താവിൻ്റെ വേല ഓരോ വീടുകൾ, എല്ലാ വീടുകളും കയറത്തില്ല. കർത്താവ് പറയും ഈ വീട്ടിൽ കയറ് എന്ന് പറയും. അങ്ങനെ ഒരു ഇത് വിളി തരും. അങ്ങനെ ആ വീട്ടിൽ കയറുമ്പം ചിലപ്പോൾ 4 പേര് അങ്ങ് രക്ഷിക്കപ്പെടും, ചിലപ്പം 3 പേര് രക്ഷിക്കപ്പെടും, ചിലപ്പോൾ ഒരു മദ്യപാനി അങ്ങ് വിടുവിക്കപ്പെടും. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പം ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പം ഒരു മനുഷ്യൻ്റെ കൈ ഒടിഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. അപ്പം നാളെയാ ഓപ്പറേഷൻ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് രാവിലെ ഹോസ്പിറ്റലിലോട്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കോഴഞ്ചേരിയിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യൻ്റെ കൈ ഒടിഞ്ഞ കൈ അങ്ങ് അത് ഒന്നിച്ച് ഒട്ടുന്ന ഞങ്ങൾ കണ്ടു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ ദൈവം സൗഖ്യമാക്കിയിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നപ്പോൾ അവരൊന്നുകൂടെ നോക്കിയപ്പോൾ അത് ഒട്ടിയിരിക്കുക. പിന്നെ അവിടെ പോകേണ്ടി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. ഭവനങ്ങൾ ഇങ്ങനെ ഒത്തിരി പേര് അങ്ങനെ പേഴ്സണൽ ഇവാഞ്ചലിസം ഞങ്ങൾ ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ശുശ്രൂഷകളെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോകണമെന്നും ദൈവവചനം പഠിക്കണമെന്ന് മനസ്സിലിങ്ങനെ ഇത് വന്നു. അപ്പം ആദ്യമേ ഇദ്ദേഹം അതിനെതിരായിരുന്നു. അപ്പം ഇദ്ദേഹം ആലപ്പുഴ ഒരു ചർച്ചിലൊരു ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ എത്ര 7 വർഷം അല്ലേ? 7 വർഷം ഒരു ആലപ്പുഴ ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ പോയിരുന്നു. സഭായോഗം നടത്താം. അവിടെ ഒരു ചർച്ച നേരത്തെ പഠിച്ചായിരുന്നു. ഞാൻ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ബൈബിൾ കോളേജിൽ പോയി അന്ന് പഠിക്കാതാണ് ഈ ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് പോയത്. പക്ഷേ ഞാൻ ഈ നോട്ട് വെച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. അപ്പം മണക്കാല ബൈബിൾ കോളേജിലെ നോട്ട് ഞാനിങ്ങനെ കളക്ട് ചെയ്തിട്ട് അവിടുത്തെ സിലബസ് അനുസരിച്ച് തന്നെ ഞാനിതങ്ങ് പഠിക്കും. കാരണം എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോണ്ടസ്റ്റ് മാറി അർത്ഥം മാറിപ്പോയി ഇത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് എന്ത് പ്രസംഗിക്കാൻ പോയാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ 7 വർഷം ചെയ്തപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കാനുണ്ടായിരുന്നു. ഒരു കുറച്ച് തകർന്ന ഒരു ചർച്ചയായിരുന്നു. പക്ഷേ എന്തൊക്കെ ദൈവം എന്നെ കൊണ്ട് അവിടെ ചെയ്യിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടൈം കഴിഞ്ഞപ്പോൾ കർത്താവ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവസന്നിധി ഇരുന്നപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. അതിലിരുന്നു. പിന്നെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 3 കോളേജിന്റെ പേരെടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായി. അല്ല, അതിനു മുമ്പ് ഇദ്ദേഹം 1 വർഷം ഞങ്ങൾ തമ്മിൽ എവിടാണെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ വന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡിവോഴ്സിന്റെ വക്കത്തെത്തി. അപ്പോൾ ഞാനൊരു 40 days ഒക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ 40 days കഴിഞ്ഞപ്പം ഇദ്ദേഹം വന്നു കഴിയുമ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതെവിടാ പോകുന്നത്? കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡിൽ ഞാൻ ഇങ്ങനെ പോയി 1 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ പോയിക്കൊണ്ടിരിക്കുക മറ്റേ ചർച്ചിലും. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഒരു IPC ചർച്ചിലോ AGയിലോ അതെ എന്തെങ്കിലും ഒരു ചർച്ചിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ കുമ്പനാട് ചർച്ച് ഓഫ് ഗോഡിൽ ഞാനിങ്ങനെ ബൈബിൾ കോളേജിൽ പോയി 1 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സിജി നീ ഇപ്പോൾ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഞാൻ വരുമ്പോൾ ഇവിടെ കാണണം. എനിക്കങ്ങനെ നീ ഇപ്പോൾ അങ്ങനെ പോകുന്നതിനോടൊന്നും എനിക്ക് അത്ര സന്തോഷമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ ആ സ്റ്റഡി അവിടെ അങ്ങ് നിർത്തി കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, അപ്പോൾ ഞാൻ ഇങ്ങനെ പകുതി വെച്ച് തരുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കത് ഫിനിഷ് ചെയ്യണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചർച്ച് ഓഫ് ഗോഡിൽ എനിക്കൊരു ഞാൻ ക്ലാസ്സും എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്, മ്യൂസിക് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എന്നോട് ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഒരു ദിവസം ഈ കുമ്പനാട് ഹെബ്രോൺ സഭയിൽ ഒന്ന് വന്നു നോക്ക്, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചർച്ചകളിലൊന്നും വരുന്നത് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെയും ലെവലുകൾ കാണുമ്പോൾ അല്ല എങ്ങും പോകത്തില്ല. അപ്പം അങ്ങനെ പോകാതിരിക്കുക. അങ്ങനെ എന്നാൽ ഇടയ്ക്ക് നമ്മുടെ മാരാമൺ കർണാടൻ പാസ്റ്റർ ചർച്ചിൽ വല്ലപ്പോഴും പോകാറുണ്ട്. പക്ഷെ അങ്ങനെ എങ്ങും പോകാനുള്ള ഒരു ഇത് നിയോഗം എന്തോ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പോകാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ
ഒരു മോൻ സിച്ചറിയാൻ എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും, കുമ്പനാട് ഹെബ്രോൻ സഭയിലെ ഒരു മെമ്പറാണ് അല്ലേ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദിവസം ഒന്ന് വന്ന് നോക്കും. ഞാൻ പറഞ്ഞു ഞാൻ കുമ്പനാട് ഹെബ്രോനിലോട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സിസ്റ്റർ ഒരു പ്രാവശ്യം ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ ഹൃദയത്തിന് അത് ഭയങ്കര സന്തോഷം. അവിടെ ചെന്നപ്പം അവരിങ്ങനെ ദൈവമക്കളെല്ലാം കൂടെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ പുറകിൽ പോയിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ എന്ത് ചെയ്തോട്ടെ, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ സ്ഥിരം ഹെബ്രോനിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം 2008 അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ ഇദ്ദേഹം കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ ഒരുമിച്ചൊന്ന് പോകാൻ. മനസ്സിന് അത്ര തമ്മിൽ അങ്ങോട്ട് ഐക്യതയില്ല, എന്നാലും ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. എന്തോ എന്നുവെച്ചാൽ നമ്മൾ ദൈവം വലിയൊരു സംരംഭം തുടങ്ങണമെങ്കിൽ നമ്മളെ രണ്ടാക്കുന്ന ഒരു സ്വഭാവം പിശാചിൻ്റെത്. പിശാച് ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അതെ കർത്താവിന്റെ കരങ്ങളിൽ അന്നേരവും എൻ്റെ ആയുധം കണ്ണുനീരാ. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട്, അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ മേഖലകളിലും എനിക്ക് അങ്ങ് പ്രതികൂലമാണ്. ഞാൻ വളരെയധികം ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ്. അപ്പോൾ ഞാനവർക്ക് ദൈവമേ, ലോകത്തൊരു മനുഷ്യരോടും ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിക്കാനോ ഒരു സമാധാനം കണ്ടെത്താനോ എനിക്ക് കഴിയാതെ പല മേഖലകളിലും വന്നു. ആ സമയത്തെല്ലാം ആരും ആശ്രയമില്ലാത്ത ഒരു അവസ്ഥയാണ്, ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടത്തിനകത്തൂടെ കടന്നുപോയി. ആ സമയത്താണ് ഇദ്ദേഹം വന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പിന്നെ ഹെബ്രോൻ സഭയ്ക്കകത്ത് ഇദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഞാൻ IPC സഭയിലോട്ടേ വരത്തില്ല, എന്നെ നീ പ്രതീക്ഷിക്കേ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് എന്നാൽ ഇപ്പോഴ് ഇദ്ദേഹമാണ് അവിടുത്തെ മെയിൻ ആ ചർച്ചിനോട് വലിയ സന്തോഷം. അപ്പൊ തിരിച്ചാണ് നിങ്ങള് കുമ്പനാട് എബ്രോൺ ചർച്ചിന്റെ ഭാഗമാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്നതുകൊണ്ട് ഇപ്പൊ പറ്റുന്നില്ലെന്നുള്ളത്. ശരിക്കും അങ്ങനെ ഇരിക്കുമ്പോഴേ ഞങ്ങള് ആ ചർച്ച് ഓഫ് ഗോഡ് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുകയും അവിടെ ബൈബിൾ കോളേജിൽ പോവുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന സ്ട്രോങ് ആയി തുടങ്ങി. പിന്നെ ഞങ്ങൾ ഒരു മനസ്സോടെ കൈകോർത്ത് കരയാനും പ്രാർത്ഥിക്കാനും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അനേകർക്ക് സൗഖ്യങ്ങൾ വരാനും ദൈവം അത്ഭുതങ്ങളൊക്കെ ചെയ്തു. അത് അടയാളങ്ങളും അത്ഭുതങ്ങളും സ്വർഗത്തിൽ പോകുന്നതിനല്ല, സ്വർഗത്തിൽ പോകാൻ ചില അത്ഭുതങ്ങൾ നടന്നെങ്കിലേ നിത്യതയിൽ ചിലരെ അങ്ങനെ ചെയ്തെങ്കിലേ അവർ പുറത്തു വരത്തുള്ളൂ എന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് അല്ല, ഇതൊന്നും അങ്ങോട്ട് പോകാൻ ഒരിതല്ല. എങ്കിലും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ദൈവം ഓരോ ഗൈഡൻസ് തരും. അപ്പം ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഒരു വർഷം കുമ്പനാട് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. നിങ്ങൾ ആനമല എന്ന് പറയുന്ന സ്റ്റോപ്പിൽ പോകാൻ പറഞ്ഞു. ആനമല അതായത് പുല്ലാടിനിപ്പുറത്ത് ഒരു മുട്ടുമണ്ണ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പുണ്ട്. ആനമല സ്റ്റോപ്പ് എവിടെ എന്തോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ വിശ്വാസത്തോടെ ഇദ്ദേഹത്തിന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്നു. ഒരു പകല് 11 മണിയായ ആനമല സ്റ്റോപ്പിൽ പോയി അവിടെ നിന്നപ്പം അന്നേരം ഞാൻ ഈ ഓർണമെന്റ്സ് എല്ലാം ഊരിയതേ ഉള്ളൂ. ഓർണമെന്റ്സ് ഒക്കെ ഇടുമായിരുന്നു. അപ്പം ഊരിയ സമയമായിരുന്നു. അന്നേരം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സിജി പിന്നെ നമ്മുടെ ഒരു പഠിപ്പിച്ച സ്റ്റുഡൻ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്, നീ ആ ഓർണമെന്റ്സ് ഊരിയതൊന്നും അവർ കാണണ്ട, നമ്മളിങ്ങനെ വിശ്വാസത്തിൽ വന്നതൊന്നും വലുതായിട്ട് അവരറിയണ്ട എന്നത്, നീ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി ദൂരേന്ന് വരുന്നുണ്ട്. അപ്പം കൊടയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അദ്ദേഹം മുന്നോട്ട് ഞങ്ങൾ ഓർന്ന് ഞങ്ങളെ കണ്ടില്ല. അദ്ദേഹം എബൌട്ടിനെ അടിച്ച് തിരിച്ച് എന്നിട്ട് ചോദിക്കുക, മാഷും ടീച്ചറും എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം പുള്ളിയോട് പറയാൻ പറ്റുമോ വെളിപ്പാട് കണ്ടു വന്ന് നിൽക്കുവാന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം, ഞങ്ങളൊരു വീട് നോക്കി വന്നാന്ന് പറഞ്ഞു. മാഷെ ഇതുകൊണ്ട് ആ വീട് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് കാണിച്ചിട്ട് പറയാം, ആ വീട് പിന്നെ കൊടുക്കാനിട്ടിരിക്കുവാന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഞങ്ങൾ അതിൻ്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ടു. ആ ഓണറാണെങ്കിൽ ഇനി ഒരിക്കലും ഒരു പാസ്റ്ററിന് ഈ വീട് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡോക്ടേഴ്സാണ്. അവർ ദുബൈയിൽ അല്ലേ, അതോ ഷാർജയിൽ. അപ്പം അദ്ദേഹം ഈ 16 വർഷത്തിന് മുമ്പുള്ള സംഭവമായി പറയുന്നത്. അതായത് 2006-2007 കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന് പിന്നെ അവരോട് ചെന്ന് ചോദിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ അമ്മാച്ചനായി ഈ വീട് നോക്കുന്നത്. അമ്മാച്ചൻ പെട്ടെന്ന് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, അവർക്ക് ഈ വീട് അങ്ങ് കൊടുത്തേക്കാൻ, ഞങ്ങൾക്ക് തന്നേക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ സമയത്ത്
പിന്നെ ഇദ്ദേഹം ഒരു റെൻറ്റ് ബാങ്കിലിടുന്നു, അങ്ങനെ അല്ല വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ കർത്താവ് അദ്ദേഹത്തെക്കുറിച്ച് കുറേ റെവലേഷൻ ഞങ്ങളെ കാണിച്ചു. അവർ ഞങ്ങളുമായിട്ടൊരു നല്ല ബന്ധമായി. അവർ മർത്തോമാക്കാരാണ്, പക്ഷേ അവരെന്തുകൊണ്ടും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. അവരുടെ ഭവനത്തിൽ തന്നെ ഒരുപാട് മിറുക്കളൊക്കെ ദൈവം ചെയ്തു. അപ്പം അങ്ങനായി ഞങ്ങൾ പിന്നെ ബൈബിൾ കോളേജിൽ പോകണമെന്ന് ഇദ്ദേഹത്തിനൊരു തോന്നൽ വന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് എവിടാ ഇനി ബൈബിൾ കോളേജിൽ പോകേണ്ടത്. അപ്പം ഞങ്ങളിങ്ങനെ ഡിഗ്രിയും PGയും കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുമ്പനാട് പോകാം, അല്ലെങ്കിൽ വടവാതൂര് പോകാം. പക്ഷേ കർത്താവിൻ്റെ അടുത്തോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പം ഏത് കോളേജിലാണ് ഞങ്ങൾ പഠിക്കാൻ പോകണ്ടേ? അന്നേരം ഞങ്ങളോട് ഇടപെട്ടു സയോൺ ബൈബിൾ കോളേജ് എന്ന്. അപ്പം അങ്ങനെ ഇടപെട്ടപ്പോൾ ഞങ്ങളുടെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന കർത്തൃദാസന്മാർ ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ അവിടെ പോകണ്ട എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. എങ്കിലും പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞേ? അവിടെ ഞങ്ങൾ ഈ ബൈബിൾ കോളേജിൽ പോകുന്നതിനുപരി അവിടെ ചില പ്രവൃത്തികൾ ദൈവത്തിന് ചെയ്യണമായിരുന്നു. അപ്പം അവിടെ ചെന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ ശരിക്കും ഒരു എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയി. അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ ദൈവത്താൽ ചെയ്യാൻ പറ്റി. അങ്ങനെ ശരിക്കും ബൈബിൾ കോളേജ് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 21 ദിവസം വീട്ടിൽ ഉപവസിച്ചിരുന്നിട്ട് ഞാൻ എല്ലാ വർഷവും 21-40 ഇരിക്കും. കാരണം എനിക്ക് അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ പ്രാപിച്ച് വേണ്ടേ കൊടുക്കാൻ, നമ്മൾ ചുമ്മാ അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാ വർഷവും അങ്ങനെ ഒന്ന് ഇരിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ 21 ഡേയ്സ് ഇരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കർത്താവേ ഞങ്ങളോട് എന്തിനാ ഉപവസിക്കാൻ പറയാം, എന്താ നിൻ്റെ ഇഷ്ടം, നീ എന്താ ഞങ്ങളോട് സംസാരിക്കാമോ? അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് വൈകിട്ട് എത്രാമത്തെ ദിവസമായിരുന്നു? 21 ദിവസം വരെയും ഒന്നും ഇടപെട്ടില്ല. അപ്പോൾ ആ 21ാമത്തെ ദിവസം കർത്താവ് ഇടപെട്ട്, ഇന്ന് 4 മണിക്കകത്ത് ഒരു ഫാമിലി നിങ്ങളെ വിളിക്കും, അതൊരു ലുദിയായുടെ ഹൃദയമാണ് എന്ന് പറഞ്ഞു. ഞങ്ങളെ വിളിച്ചു. 4 മണിയായപ്പോൾ വിളിച്ചില്ലേ, കറക്റ്റ് 4 മണിയായപ്പോൾ ഫോൺ കോൾ വന്നപ്പം ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചത് അങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലാൻ. പക്ഷെങ്കിൽ ആ വീട്ടിൻ്റെ തൊട്ടടുത്ത് TPM, IPC, ചർച്ച് ഓഫ് ഗോഡ്, AG എല്ലാം ഉണ്ട്. എങ്കിലും അവർക്കൊരു പെന്തക്കോസുകാരെ വീട്ടിൽ കയറ്റുവോ അല്ലെ പെന്തക്കോസുകാരെങ്കിലും ചെന്നാൽ അവരെ സ്നേഹത്തോട് വിളിച്ചിട്ട് അങ്ങ് ഇറക്കി വിടും. അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരാണ്. അപ്പം എന്തോ ഞങ്ങളുടെ കാര്യം ഇവരോടാരോ പറഞ്ഞോ എങ്ങനെ അറിയത്തില്ല, ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ഒരു മോക്ക് അലർജിയായിട്ട് ഭാരപ്പെടുമായിരുന്നു. അപ്പം അവർ പക്ക ഓർത്തഡോക്സുകാരാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുവാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അവിടെയുള്ള കുറേ കുടുംബ മുഖാന്തരം കുറേ ഓർത്തഡോക്സ് ഫാമിലി യേശുവിനെ കാണാനിടയായി തന്നെയല്ല, ആ ദേശത്ത് കുറേ പേര് വിടുവിക്കപ്പെടാനിടയായി. അപ്പോൾ തന്നെ കുറേ ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി, കുറേ രോഗികളെയൊക്കെ ദൈവം സൗഖ്യമാക്കി. ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലുകളും അവിടെ ഇവിടെയൊക്കെ ഞങ്ങളിങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ തന്നെ അങ്ങ് പോകും. അവിടെ എല്ലാം ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറേ ഫാമിലികളെ ഞങ്ങൾക്ക് ദൈവം തന്നു. ഞങ്ങളവിടെ പ്രയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10-45 ഫാമിലിയോളം ഉണ്ടായിരുന്നു. 45 ഫാമിലിയോളം ഞങ്ങൾ ഒരു സഭയുടെ രീതിയല്ല, പ്രയർ. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഒരു സൺഡേ വർഷിപ്പ് പോലെ അവിടെ അങ്ങ് ചെയ്യുമോ. അപ്പം ഇവിടുന്ന് എല്ലാം ഒത്തിരി ആൾക്കാർ പെന്തക്കോസുകാരാദ്യം വന്നാൽ ഞങ്ങൾ പറയും, നിങ്ങളുടെ ചർച്ച ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ പൊയ്ക്കോ. അല്ലാത്തവർ വന്നാൽ അവരോട് സ്വീകരിക്കാം. കാരണം അവർക്ക് അവരുടെ ചർച്ച ഉണ്ട്, നമ്മൾ അവരെ ഇങ്ങോട്ട് വേണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അവരെ കുറച്ച് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് പേര്, നിരീശ്വരവാദികൾ, പിന്നെ ഒരു നായർ ഫാമിലിയിലുള്ള കുറച്ച് പേര്, അങ്ങനെ കുറേ ഫാമിലികളെ കർത്താവിനാൽ സ്നാനപ്പെടുത്തുവാൻ ഇദ്ദേഹം അവിടെ സ്നാനപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ട് 16 വർഷം അവിടെ താമസിച്ചു. അവിടെ ഫസ്റ്റ് ഈ സെയിം വീട്ടിൽ 1 വർഷമേ എഗ്രിമെന്റ് എഴുതിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ എഗ്രിമെന്റ് എഴുതിയിട്ടേ ഇല്ല. ആ 16ാമത്തെ വർഷം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എവിടെ പോവാ, നിങ്ങളിപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞപ്പം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടു. എന്നെ ഇങ്ങനെ ഒത്തിരി വെളിപ്പാട് കാണിച്ചു. എന്നിട്ട് നീ കർണാടകയ്ക്ക് പോകോളാൻ പറഞ്ഞു. അങ്ങനെ കർണാടകയ്ക്ക് പോകാൻ കർത്താവ് ഒരു ഗൈഡൻസ് തന്നപ്പം നിമിഷങ്ങൾക്കകം അത്രയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടിയതെല്ലാം അവിടെ ഇട്ടിട്ട് ഞങ്ങൾ കർണാടകയ്ക്ക് പോയി. അങ്ങനെ
ഇപ്പം 3-4 വർഷമായിട്ട് ഞങ്ങൾ കർണാടകയിൽ താമസിക്കുക. അവിടെ ചെന്നപ്പം ഒരു ഈ എല്ലാ വർഷവും ഒരു 10-12 ഇത് നടക്കും, സൂയിസൈഡ് നടക്കും. ആ സൂയിസൈഡ് നടക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് 50 മീറ്റർ അപ്പുറത്ത് ഒരു റെയിൽവേ ട്രാക്കിലാണ് നടക്കുന്നത്. അവിടെ ഒരു അന്ധകാര ശക്തി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ആ പൈശാചിക ശക്തി അവിടെ വിട്ടുപോയി. ഇപ്പം ഒരു 4 വർഷമായിട്ട് അവിടെ സൂയിസൈഡ് നടക്കുന്നില്ല. അപ്പം എല്ലാത്തിൻ്റെ മേലും ദൈവം ഒരു ഗൈഡൻസ് എന്ത് തരുന്നോ, ദൈവം പറയുന്നത് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകുന്നത് കൊണ്ട് കൃപയാൽ ഇവിടം വരെ ഞങ്ങൾ എത്തി. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഒരു ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഇദ്ദേഹത്തോട് റെസിജി ബാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴായിരിക്കും ദൈവം ഇടപെടുന്നത്. അപ്പം ദേശത്തിന് വേണ്ടി ഏത് ദേശത്തേക്ക് അയക്കുന്നു ആ ദേശത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഗൈഡൻസ് തരും. ഇന്ന വീട്ടിൽ പോകാൻ പറയും, അവിടെ പോകും. അവിടെ ഭയങ്കര പ്രശ്നമുള്ള വീടായിരിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കത്തെത്തിയവരായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുന്നതായിരിക്കും. ഞങ്ങളുടെ മേലുള്ള ഒരു കോളെന്ന് പറയുന്നത് യെശയ്യാവ് 42:6. ആ ഒരു വചനമാണ് ഞങ്ങളുടെ മേലുള്ള ശുശ്രൂഷ. അത് കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ കിടക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിപ്പിക്കുവാനായി യഹോവയെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നീതിയോടെ വിളിച്ചിരിക്കുന്നു എന്ന് വചനം പറയാം. അത് കർത്താവിനോടുള്ള ആലോചനയാണ്. അതേ ഒരു കോളാണ് ഞങ്ങളുടെ മേലും കിടക്കുന്നത്. അതുകൊണ്ട് എവിടെ ചെന്നാലും ഇതുപോലുള്ള ആൾക്കാരുടെ അടുക്കലേക്കാണ് ദൈവം നമ്മളെ അയക്കുന്നത്. നമ്മള് ശുശ്രൂഷ അങ്ങനെ ചെയ്തു തരും. അപ്പൊ ദൈവം നമുക്ക് തരുന്ന സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് തീരണം. ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇനി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കളെയും അവരോടും പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരെന്ന് പറഞ്ഞേ. മൂത്ത ആളിന്റെ പേര് ശ്രേയസ്, ചെറിയ മോന്റെ പേര് സ്വരൂപ്. അപ്പം 2 മക്കൾ. മൂത്ത മോൻ B.Pharm കഴിഞ്ഞു, ചെറിയ മോന് B.Tech ഇപ്പം ഫൈനലായി. ഇനി 2-3 വർഷം കൂടെ കഴിയുമ്പം 3 മാസം കൂടെ കഴിയുമ്പോൾ തീരും. അങ്ങനെ ഞങ്ങളുടെ ഓരോ മൂവ്മെന്റും ദൈവത്തിന്റെ ഗൈഡൻസിലാണ് നീങ്ങുന്നത്. കാരണം നിലവിൽ 3-4 വർഷമായിട്ട് ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ടാണ്. അപ്പോൾ തന്നെ സഭാപ്രവർത്തനമൊന്നുമല്ല. അവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഞങ്ങൾ ദൈവം ഇടപെടുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുക ഏതെങ്കിലും ദേശത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ഭവനമാണെങ്കിൽ അതങ്ങനെ. അപ്പം ആ ദേശത്തേക്ക് ഞങ്ങൾ പോയി വണ്ടിക്കകത്ത് ഇരുന്ന് തന്നെ ആ ദേശത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ തന്നെ ആ ഏറിയിൽ നിന്ന് ആരെങ്കിലും വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരും. ഒന്നങ്ങനെ. രണ്ടാമത് മറ്റൊരു കാര്യം ചെയ്യുന്നത്, നമ്മൾ സാധാരണ സുവിശേഷ വേല ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടിട്ട് ആ ഏരിയ മൊത്തം വീടുകൾ കയറി ഇറങ്ങി ചെയ്യുന്നത് അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസ് വേറൊരു ലെവലാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത് നമ്മളായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള കുറേ പേര് ഇവർ കളക്ട് ചെയ്യും. ഇവർ കളക്ട് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് വരെ ഇവരങ്ങ് നടത്തും. അത് നടത്താനായിട്ട് ഏർപ്പാട് ചെയ്യും. അപ്പം ഞങ്ങളെ ആ ദിവസം അവിടെ വിളിച്ചിട്ട് ഞങ്ങൾ അവരോട് ദൈവവചനം പറയുക, രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയുള്ള കൈത്താങ് കൊടുത്ത് അവരെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ലെവലാണ് ദൈവം ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സ്കൂളും ക്രിസ്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞ മ്യൂസിക് സ്കൂളും. ക്രിസ്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് അതിലേക്കൊന്ന് വന്നാൽ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹൈന്ദവ കർണാട്ടിക് സംഗീതത്തിലെല്ലാം ഹൈന്ദവ ദേവീദേവന്മാരെ സ്തുതിക്കുന്ന ഗാനങ്ങളാണ് ഈ പഠിപ്പിക്കുകയും അതാണ് കൂടുതലുള്ളത്. അപ്പം അതിന് സമാനമായ നിലയിൽ ക്രൈസ്തവ ഗാനങ്ങൾ അതേപോലെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് ആര് ചെയ്തു? ഈ ബേസിക്കലി ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കർണാടിക് മ്യൂസിക് പഠിപ്പിക്കുന്നത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ നൊട്ടേഷൻസും അവരുടെ ലിറിക്സുകളാണല്ലോ. പക്ഷെ ഞങ്ങൾ ക്രിസ്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ പക്ഷെ ബേസിക്കലി ഈ നൊട്ടേഷൻ തന്നെ നമ്മൾ പഠിക്കണം. ആ നൊട്ടേഷൻ പഠിക്കുകയും അതിന് തുല്യം അതിന് പാടാൻ പറ്റുന്ന ഗാനങ്ങളുണ്ട്. അതിന് പറ്റുന്ന പിന്നെ ലിറിക്സ്, അതായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ലിറിക്സ് ചേർന്ന് കഴിഞ്ഞാൽ കീർത്തനങ്ങളുണ്ട്. ഈ കീർത്തനങ്ങൾ ഈ യൂസ്തുസ് ജോസഫിന്റെ ഗാനങ്ങൾ അല്ലാതെ വേറെ വല്ലതും? അല്ലാതെ വേറെ കീർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യനല്ലേ KV സൈമൺസ് ആണ്. അപ്പം അദ്ദേഹത്തെ സംസ്കൃതവും സംഗീതവും പഠിപ്പിച്ചത് പിന്നെ യൂസ്തുസ് ജോസഫ് അപ്പച്ചനാണെന്ന്. KV സൈമൺ സാറിനെ സംസ്കൃതവും പഠിപ്പിച്ചത് ആണെന്ന് പിന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഡോക്യുമെന്റലായിട്ട്
അതില്ലെന്ന് തോന്നുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞത് ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടോ അങ്ങനെ വായിച്ചിട്ടോ അദ്ദേഹത്തിന്റെ ശിഷ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം സംസ്കൃതവും സംഗീതം, അപ്പം കാര്യം ഇദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നല്ലോ യൂസുഫ് യോസേഫ്, പിന്നെ കൊട്ടാരത്തിലെ പാട്ടുകാരനുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇപ്പൊ ഇന്ന് ക്രിസ്തീയ ഗാനങ്ങളിൽ ഏറ്റവും കർണാട്ടിക് മ്യൂസിക് നന്നായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വല്യപ്പച്ചൻ തന്നെയാണ് ശരിക്കും. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. കാര്യം നല്ല സെമി ക്ലാസിക്കൽ അല്ല, ശരിക്കും കർണാട്ടിക് മ്യൂസിക് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാര്യം വല്യപ്പച്ചന്റെ പാട്ടുകളിൽ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പാട്ട് ഏതാ, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രസിദ്ധമായ പാട്ടുകളാണ് കാന്താ താമസം, സ്തുതിപ്പിൻ യേശുദേവനെ, ഈ പരദേവനോ, ഇപ്പൊ വിവാദമായിരിക്കുന്ന പാട്ട്. അപ്പൊ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു പാട്ട്. ഈ വല്യപ്പച്ചൻ വിശ്വാസത്തിൽ വന്ന് മിഷണറിയിൽ ആയിരുന്നപ്പോൾ തന്നെ ഒരു വീട്ടില്, മാവേലിക്കര ഒരു വീട്ടില് പിന്നെ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞു. ഇദ്ദേഹം ഒരു നിമിഷ കവിയും കൂടാണ്. അപ്പൊ സുവിശേഷം പറഞ്ഞപ്പോ പിന്നെ ഈട മാപ്പിള എൻ്റെ വീട്ടിൽ കയറി വീട് അശുദ്ധമാക്കിയോ എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. ആ തുപ്പി കഴിഞ്ഞപ്പം വല്യപ്പച്ചൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു പാട്ട് പാടി. ആ പാട്ടാണിത്. എന്താ, ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുമേ വചനം കായമീരിക്കിലേ മായയെ ജയിക്കാവൂ കായം പോയാൽ പിന്നെ ന്യായം വിസ്തരിക്കുമേ ന്യായവിസ്താര സഭ നായകന യേശുവേ മായമെന്നിയേ ഭജ മായയാകലവേ എന്ന് വെച്ചാൽ, ഹേ പ്രിയ സഹോദര സ്നേഹിത, നിന്റെ ജീവിതത്തിൽ നിനക്ക് കായം ഇരിക്കുമ്പോഴേ, കായം മീൻസ് ശരീരം ഇരിക്കുമ്പോഴേ നിനക്ക് പിന്നെ രക്ഷയുള്ളൂ, മായയെ ജയിക്കാൻ പറ്റത്തുള്ളൂ. കായം പോയാൽ പിന്നെ നീ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ നീ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ, യേശു മാത്രമേ ദൈവമായിട്ട് നീ കണ്ടില്ല എങ്കിൽ നിനക്ക് നീ നിത്യ നരകത്തിൽ പോകുമെന്നാണ് പാടിയത്. ആ പാടിയപ്പോഴത്തേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നായന്മാർ മുതൽ താഴോട്ടുള്ള വിഭാഗം, അല്ലെങ്കിൽ ബ്രാഹ്മണൻ ഒഴിച്ച് ഏത് വിഭാഗം ഉണ്ടോ അവർക്ക് സംഗീതവും സംസ്കൃതവും പഠിക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അഥവാ സംസ്കൃതമോ സംഗീതമോ പഠിച്ചാൽ അവന്റെ ചെവിക്കകത്ത് തീയ ഉരുക്കി ഒഴിക്കും. അപ്പൊ ആ കാലഘട്ടത്തിൽ അതെ അതെ അപ്പം സംസ്കൃതവും സംഗീതവും ബ്രാഹ്മണന്റെ കുത്തകയാണ്, അതിനപ്പുറം അങ്ങോട്ട് പോകാൻ പാടില്ല. ആ സമയത്ത് ഇദ്ദേഹം ഒരു നിമിഷ കവി പെട്ടെന്ന് ഇങ്ങനെ അന്നേരം തന്നെ രചിച്ച ഒരു പാട്ടായത്. അത് കേട്ടുടനെ ആ ബ്രാഹ്മണ കുടുംബം മൊത്തം ഇദ്ദേഹത്തിന്റെ കാലയിലോട്ട് വീണിട്ട് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, ഈ യേശുവിനെ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് ആ കുടുംബം മൊത്തം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനിടയായി. അപ്പൊ പാട്ടിന് സ്വാധീനമുണ്ട് നിശ്ചയമായിട്ടും. അപ്പം അദ്ദേഹം ചെയ്ത ആ പാട്ടിനെ ഒത്തിരി എനിക്ക് എന്നുവെച്ചാൽ അതെന്നെ ഒത്തിരി കാര്യം, അന്ന് അപ്പച്ചനെ തുപ്പിയതും അതൊക്കെ എനിക്ക് കർത്താവിന് വേണ്ടി നിന്ന സഹിച്ചതും അതെന്നെ ഒത്തിരി. എന്നാൽ എനിക്ക് ബാക്കി എല്ലാ പാട്ടും ഇഷ്ടമുള്ളതാണ്. ഈ പാട്ട് വിവാദമായപ്പോ പള്ളിയിൽ അമ്പലത്തിൽ ഈ പാട്ട് പാടി എന്ന് കേട്ടപ്പോ എന്തോ തോന്നി? ഈ പാട്ടല്ല ഈ പരദേവനഹോ നമുക്ക് പരിത്രാണത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൽ തിരുകരത്തിലുണ്ടനിശമീ പരദേവനകോ നമുക്ക് പരിത്രാണത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൽ തിരുകര
അവന്റെ മുടികൾ മൂടിയേറുകയത്തനെ മുറിക്കുമാതിനാഥനുര ചെയ്തുതാനീശമീ പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകില ശക്തനെ തിരുകരത്തിനുണ്ടീശമീ പരദേവനോ നമുക്ക് ജനപ്രഭുക്കൾ സകുലൻ പ്രഭുക്കൾ നഫ്താലി പ്രഭുക്കൾ യൂദജന പ്രഭുക്കൾ സകുലൻ പ്രഭുക്കൾ നഫ്താലി പ്രഭുക്കൾ ഏകി നിന്റെ ബലമേഘനാഥനടി ആർക്കു ചെയ്ത ഗുണവീര്യനി സദനീ പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകില ശക്തനെ തിരുകരത്തിലുണ്ടീശമീ പരദേവനോ നമുക്ക് ഭയന്നു തിരുമുൾ മന്ദിരം നിമിത്തം അരജ നിനക്കു ഭയന്നു തിരുമുൾ കാഴ്ച കൊണ്ടുവരും യേശുവിന്നു ജയം യേശുവിന്നു ജയം യേശുവിന്നു ജയം പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകില ശക്തനെ തിരുകരത്തിലുണ്ടീശമീ പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകില ശക്തനെ തിരുകരത്തിലുണ്ടീശമീ പരദേവനോ നമുക്ക് ഈ പരദേവനുഹോ എന്നുള്ള പാട്ട്, അതായത് 68-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പാട്ടുകളാണ്. അത് ക്ഷേത്രത്തിൽ പോയി ഇപ്പം പാടിയതിനോട് എനിക്കും അത്ര സന്തോഷമില്ല. കാരണം അവർക്ക് അവരുടെ ദൈവങ്ങളെ സ്തുതിച്ച് പാടുന്ന ഒരു അന്തരീക്ഷമാണ് അവർക്കിഷ്ടം. അപ്പം നമ്മുടെ പാട്ട് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ, അത് പാടിയത് അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി പാടിയത് കൊണ്ടൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. എവിടെയും കയറി നമ്മൾ പാടേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് ഒരു ചിന്ത. അല്ല, അങ്ങനെയല്ല. ഈ ഗാനമേളക്കാരും അല്ലെങ്കിൽ ഇതുപോലെ കച്ചേരി നടത്തുന്നവരും അവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഏത് പാട്ടും പാടുന്നവരാണ്. അവർക്ക് ഇന്നതൊന്നുമില്ല. ഇപ്പൊ അമ്പലത്തിൽ പോയി പാടിയാലും അവർ എല്ലാ മതത്തിന്റെ ദൈവങ്ങളെ കുറിച്ച് അവർ പാടും. അത് അമ്പലത്തിൽ പോയി ഒരു ഗാനമേള നടത്തിയാലും അങ്ങനെ ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഈ ക്രിസ്ത്യൻ പാട്ടെന്ന് നമ്മൾ പറയുന്നെങ്കിൽ ഇവർക്ക് ഇത് ക്രിസ്ത്യൻ പാട്ടാന്ന് തോന്നി, ഇവർക്കത് ഇവിടെ പാടിക്കൂടാന്നുള്ള ചിന്ത അവർക്ക് വന്നില്ല, അവർക്കറിയത്തില്ല. സാധാരണ പാടുന്നവരവരെ പാടി എന്നുള്ളത് നമുക്കല്ലേ ഉള്ളൂ ഈ വേർതിരിവ്. അല്ല, ഒരു കാര്യമുണ്ട്, ഇത് ക്രിസ്ത്യൻ പാട്ടാണെന്ന് പറയുന്നത് നമ്മളല്ലേ ഉള്ളൂ, അവർക്ക് അങ്ങനെ അവര് ചിന്തിക്കുന്നേ ഇല്ല. സത്യം അല്ല, നമ്മൾ യേശുവിനെ കാണുന്നതിന് മുമ്പ് നമ്മൾ ക്ഷേത്രങ്ങളിലും അല്ലെ നമ്മളെ എവിടെ വിളിച്ചാലും നമ്മൾ മുസ്ലിം പാട്ടും പാടും, ഹിന്ദുസിന്റെ പാട്ടും പാടും,
നമുക്ക് അങ്ങനെ ഇതുപോലെ കച്ചേരി നടത്തിയിട്ടുണ്ട്. കച്ചേരി കച്ചേരി ചെയ്യുമ്പോൾ ഇപ്പൊ ഹൈന്ദവ രീതിയിലായിരുന്നപ്പോൾ കച്ചേരി ചെയ്യുമ്പോൾ ആ ദൈവങ്ങളെ മാത്രമേ പാടത്തുള്ളൂ. പക്ഷേ മറ്റു മതങ്ങളെ പാടുന്ന ഗാനമേള ഫീൽഡിലേ ഉള്ളൂ. കച്ചേരി ഫീൽഡിൽ അത് പാടത്തില്ല. ഇനിയിപ്പോ വേറൊരു കാര്യം പറഞ്ഞാൽ ആ ലെവല് ആ ദൈവങ്ങളെ കുറിച്ചുള്ള മാത്രമേ പാടാറുള്ളൂ. അതാണ് യഥാർത്ഥമായിട്ടുള്ളത്. അല്ല, ഞാൻ ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് പാടിയിട്ടുണ്ട്. ഒരിക്കലേ ഞാൻ മഹാദേവ ശിവശംഭു എന്ന് പറഞ്ഞ രേവതി രാഗത്തിൽ ഒരു കീർത്തനം പാടിയപ്പം എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നു, കുറേ സന്യാസിമാര് പിന്നെ ശബരിമല ക്ഷേത്രം അവിടെ പോകാൻ വേണ്ടി മാലയിട്ട് വ്രതമെടുത്ത് ഇരിക്കുക. അപ്പൊ എൻ്റെ ഈ പാട്ട് കേട്ടിട്ട് അവര് വലിയൊരു നോട്ടുമാല കെട്ടിയിട്ട് എൻ്റെ കഴുത്തി കൊണ്ട് അവരിട്ടു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ പോയി പാടുമ്പോൾ ഇപ്പോൾ കോട്ടയത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ അവിടെ ക്രിസ്ത്യാനികളുടെ പിന്നെ ഗ്രൗണ്ടാണ് അവർക്ക് കൊടുത്തത്. അവർക്ക് പിന്നെ ഹിന്ദുക്കളുടെ ക്ഷേത്രമാണെങ്കിൽ അവർ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അവർക്ക് അങ്ങനെ ജാതി നടന്നത്. അപ്പോൾ അവരവിടെ പോയി പാടിയത് കൊണ്ട് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം അവർ പാടി അവരുടെ ഒരു സന്തോഷം കൊണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ യേശുവിനെ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല അവർ പാടിയത് ബേസിക്കലി ഇത് നല്ല കേൾക്കാൻ ഇമ്പമുള്ള ഒരു രാഗമാണ്. നല്ല താളമേളത്തോടു കൂടി ശ്രീരാഗം എന്ന് പറയുമ്പോൾ നല്ലൊരു രാഗമാണ് ശ്രീരാഗം. ശ്രീരാഗത്തിലാണ് ഈ ഈപ്പരദേവനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ പിന്നെ പലരും ഇത് ശ്രീരാഗമല്ലെന്നും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നുള്ളത് വല്യപ്പച്ചൻ ചെയ്ത പാട്ടുകളെ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. ചില പാട്ടുകളെയൊക്കെ അത് പിന്നെ രാഗം ചേഞ്ച് ചെയ്ത് പാടുക അല്ലെങ്കിൽ വേറെ പാടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു പാട്ട് ചെയ്യണമെങ്കിൽ ആ പാട്ടിൻ്റെതായ ആ പിന്നെ ലിറിക്സും അതെല്ലാം എന്ത് കഷ്ടപ്പെട്ടാ ചെയ്യുന്നത്. അതെടുത്ത് മറ്റൊരാളെടുത്ത് രാഗം മാറ്റി ചേഞ്ച് ചെയ്ത് പാടുമ്പോൾ അത് ശരിയല്ല. അതുകൂടെ ഇന്ന് ആ പാട്ടുകൾ ഒറിജിനലായിട്ടുള്ള ഈ മാറ്റി പാടിയ പാട്ടുകൾ അങ്ങനെയല്ല, അതിങ്ങനെയാണ്. പാരമ്പര്യമായിട്ട് വല്യപ്പച്ചൻ പാടിയ അതേ ലെവലിൽ തന്നെ ഞങ്ങളത് മാറ്റിയിട്ടില്ല. ഈ അങ്ങനെ മാറ്റപ്പെട്ട പ്രധാനപ്പെട്ട പാട്ടുകൾ ഏതാ? അത് കാന്താ താമസം എന്തോ എന്നുള്ള പാട്ട് രാഗ അത് ചേഞ്ച് ചെയ്ത് പാടിക്കളഞ്ഞു. അത് ചേഞ്ച് ചെയ്ത് പാടി ഉദ്ദേശിക്കുന്നത് ട്യൂൺ മാറ്റി സങ്കടമായി പോയി. അതിനെ എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റേറ്റ് യൂത്ത് പിന്നെ ഈ സ്റ്റേറ്റിന്റെ ഇതിന് എന്നെ ഇത് ജഡ്ജസായിട്ട് ഞങ്ങളെ വിളിച്ചായിരുന്നു. മുളക്കരെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജഡ്ജസായിട്ട് വിളിച്ചപ്പം കാന്താ താമസം എന്തോ എന്നുള്ള പാട്ട് പാടിയപ്പോൾ അവർ വല്യപ്പച്ചൻ ചെയ്ത പോലെ അല്ല പാടിയ, വേറെ ചെയ്ത്. ഞാൻ അവന് ആ കുഞ്ഞിന് മാർക്ക് കൊടുത്തേയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ നീ നല്ല വൃത്തിയായിട്ടാണ് പാടിയേ, പക്ഷെ ഞാൻ നിനക്ക് മാർക്ക് തന്നിട്ടേ ഇല്ല. അതിനേക്കാട്ടിലും കഴിവില്ലാത്ത ഒരു കുട്ടി കാന്താ താമസം പാടി, പക്ഷെ അവൻ ആ ട്യൂൺ മാറ്റാഞ്ഞതുകൊണ്ട് ഞാൻ അവന് മാർക്ക് കൊടുത്തു. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ചെയ്തു വെച്ച കാര്യം നമ്മളല്ല, നമ്മുടെ വല്യപ്പച്ചമാരല്ലേ, നമ്മൾ ചെയ്തു നോക്കണം. ഒരു കാര്യം കഷ്ടപ്പെട്ട് ചെയ്തു നോക്കിയിട്ട് അത് മാറ്റുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നിങ്ങൾ പാടിക്കൂ, പക്ഷെ അതിനെ തേജോവധം ചെയ്യുന്നത് ഭയങ്കര. പാടാം, തീർച്ചയായിട്ടും. ശരിക്കും കാന്താ താമസം എന്തഹോ എന്നുള്ള പാട്ട് കർത്താവിൻ്റെ ദാസൻ യൂസഫ് ജോസഫ് പാടാൻ ഒരു സന്ദർഭമുണ്ടായിരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരുന്ന ആ ഭക്തന് തൻ്റെ ജീവിതത്തിൽ കർത്താവ് വരാത്തതിൻ്റെ ആ വേദനയോട് എഴുതിയ ഒരു പാട്ടാണ് കാന്താ താമസം എന്തഹോ എന്നുള്ള പാട്ട്. ശരിക്കും ഹൃദയം തകർന്ന് സങ്കടം താങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ ദുഃഖം നീ കാണുന്നില്ലേ? എൻ്റെ കരച്ചിൽ നീ കേൾക്കുന്നില്ലേ? എൻ്റെ ഹൃദയം സാത്താൻ തകർക്കുന്നല്ലോ. എൻ്റെ ദുരിതങ്ങളൊക്കെ പോക്കി വേഗം എന്നെ മണവാട്ടിയാക്കി തീർക്കണമേ എന്ന് വളരെയധികം ഹൃദയം തകർന്ന് സങ്കടത്തോട് പാടിയ ആ പാട്ട് ആ സന്ദർഭത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് കൊടുത്ത രാഗവും സാഹിത്യവും അതൊട്ടും തന്നെ മായം ചേർക്കാതെ തലമുറയായിട്ട് ഞങ്ങൾ പാടി വന്ന്, ഞങ്ങളുടെ വല്യപ്പച്ചന്മാർ വിദ്യാൻകുട്ടിയപ്പച്ചൻ മുതൽ ഓരോ തലമുറകളും ഇങ്ങനെ പാടി വന്ന ആ തനിമയോടാണ് ഞങ്ങളിപ്പോൾ പാടാൻ പോകുന്നത്. അത് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, കാന്താ താമസം എന്തോഹോ എന്ന് പറഞ്ഞ പാട്ട് അന്നത്തെ കാലത്ത് അത് ട്യൂൺ ചെയ്തത് ആ സാഹചര്യം അനുസരിച്ചുള്ള രാഗവും അല്ലെങ്കിൽ ആ സാഹിത്യം ഒക്കെയാണ് ചെയ്തത്.
എന്നാൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് കാന്താതാമസമന്തഹോ എന്ന് പറഞ്ഞ പാട്ട്, അത് പഴയ ഒറിജിനൽ ട്യൂണിൽ നിന്നും വ്യത്യസ്തമായിട്ട് ട്യൂൺ മാറ്റിയാണ് ഇന്ന് ഒരു മ്യൂസീഷ്യൻ അത് ട്യൂൺ ചെയ്ത് അത് ഇറക്കിയിരിക്കുന്നത്. ആ പാട്ടാണ് ഒരുപക്ഷെ ഇന്നത്തെ ജനങ്ങൾക്ക് അത് കേൾക്കാൻ ഇടയാകുന്നത്. അതിങ്ങനെയാണ് അത് പാടുന്നത്. കാന്താതാമസമന്തഹോ വരുവാനേഷു കാന്താതാമസമന്തഹോ. എന്നാൽ ഈ ട്യൂണ് ഒറിജിനൽ ട്യൂണല്ല. ഒറിജിനൽ ട്യൂണ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പാടുന്നതാണ്. അതിന് യഥാർത്ഥമായിട്ടുള്ള ട്യൂൺ, അതായത് വിദ്വാൻകുട്ടി അപ്പച്ചൻ ട്യൂൺ ചെയ്ത രാഗവും സാഹിത്യവും ആ തലമുറകളായി കൈമാറി വരുന്ന ആ ട്യൂൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ പാടാൻ പോകുന്നതാണ്. കാന്താതാമസമന്തഹോ വരുവാനേഷു കാന്താതാമസമന്തഹോ വരുവാനേഷു കാന്താതാമസമന്തഹോ. കാന്താനിൻ വരവിനായി കാത്തിരും എൻ്റെ മാനം, കാന്താനിൻ വരവിനായി കാത്തിരും എൻ്റെ മാനം. വെന്തുരുകുന്നു കണ്ണും മങ്ങും മനുവേല കാന്താതാമസമന്തഹോ വരുവാനേഷു കാന്താതാമസമന്തഹോ. വേഗത്തിൽ ഞാൻ വരുന്നെന്നു പറഞ്ഞിട്ടെത്ര വർഷമായിരിക്കുന്നു. വേഗങ്ങളിൽ വരുന്നെന്നു പറഞ്ഞതോർത്തു ദാഹത്തോടെ ഇരിക്കുന്നു. ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല, ഏകവല്ലഭനാകും യേശുവേ നിന്റെ നല്ല അകമാനം ഞാൻ നോക്കി ആശയോടിരിക്കയാൽ കാന്താതാമസമന്തഹോ വരുവാനേഷു കാന്താതാമസമന്തഹോ. ദുഃഖം നീ നോക്കുന്നില്ലയോ, എൻ്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ. തർക്കം നീ നോക്കിയില്ലയോ, ഈശാജന്മാരും വെക്കം ഹരിപ്പാനയ്യോ. തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി, തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി. വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ കാന്താതാമസമന്തഹോ വരുവാനേഷു കാന്താതാമസമന്തഹോ. കാന്താനിൻ വരവിനായി കാത്തിരും എൻ്റെ മാനം, കാന്താനിൻ വരവിനായി കാത്തിരും എൻ്റെ മാനം. വെന്തുരുകുന്നു കണ്ണും മങ്ങും മനുവേല
അതുപോലെ ആത്മാവെ വന്നിടുക എന്നുള്ള ഒരു പാട്ട്, അതും നമ്മുടെ യേശുദാസ് സാറ് പാടിയത് വളരെയധികം വേറെ രാഗത്തിൽ അത് പാടി. അത് ശരിയല്ല, അങ്ങനെ പാടാൻ പാടില്ല. യേശുദാസ് സാറ് അത് നേരത്തെ ആരോടെങ്കിലും ചോദിക്കണം, ഇത് റിയലി ഉള്ള ട്യൂൺ. അദ്ദേഹം ഒരു പാട്ടുകാരനല്ലേ, അദ്ദേഹം പറയണേ ഇത് ഈ രാഗത്തിലാണോ എന്നൊന്ന്. അപ്പൊ അത് നമുക്ക് ഭയങ്കര വിഷമമായി പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലേമാ. അപ്പം ഞാൻ അതൊന്നും അല്ല, പോട്ടെ, പാട്ടും ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എന്ന് വെച്ചാൽ ഈ പാട്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഒരു പാട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഒറിജിനൽ ട്യൂൺ ആണോ എന്ന് തീർച്ചയായിട്ടും നോക്കണം. ഒറിജിനൽ രാഗം അതാണോ? അങ്ങനെ ആണെങ്കിൽ അത് ഒത്തിരിയും കൂടെ നല്ലതായിരിക്കും അല്ലേ? അല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ യേശുദാസ് അത് പാടിയെങ്കിലും അത് പക്ഷേ അതിന്റെ പഴയ ട്യൂൺ വേറെ ആയിരുന്നു എന്ന് അദ്ദേഹം അറിയുന്നില്ലായിരിക്കും ഒരു പക്ഷേ എന്നാണ് എൻ്റെ ചിന്ത. കാരണം മനോരമക്കാരായി പാട്ടുകൾ പുറത്തിറക്കിയത്. ഇപ്പൊ മോഹൻ സിതാര എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അത് ട്യൂൺ ചെയ്തേക്കുന്നത്, രണ്ടാമത് ട്യൂൺ ചെയ്തത്. ഒറിജിനൽ ട്യൂണ് വേറെ. പക്ഷെ അത് ഒത്തിരി വിഷമം വരത്തില്ലേ? അത് മനസ്സിലാക്കുന്നവർക്കേ അത് മനസ്സിലാവൂ. അത് ഭയങ്കര വിഷമം. ആത്മാവെ വന്നിടുക എന്നുള്ള പാട്ട് അങ്ങനെയല്ല പാടുന്നത്. 1-2 പാട്ടുകളാണ് ഈ പറഞ്ഞ ആത്മാവെ വന്നിടുക എന്നുള്ള കാന്താതാമസം എന്തോ എന്നുള്ള പാട്ട്. അതൊക്കെ രാഗം ചേഞ്ച് ചെയ്തത് ഒത്തിരി വിഷമമായി പോയി ഞങ്ങൾക്ക്. പക്ഷേ ഈ യൂസ്തുസ് ജോസഫിന്റെ മുഴുവൻ പാട്ടുകളും പാടാൻ അറിയാവും? എല്ലാം ഒന്നും അറിയത്തില്ല. വല്യപ്പച്ചന്മാര് പഠിപ്പിച്ച, ഇങ്ങനെ തലമുറയായിട്ട് പഠിപ്പിച്ച കുറേ പാട്ടുകളുണ്ട്. ഇനിയും ഈപരദേവനഹോ എന്നുള്ള പാട്ട് 2003 ഞാൻ പാടിയതാണ്, 2003. അപ്പോൾ അന്ന് അധികം പ്രചാരത്തിൽ ഈ പാട്ടില്ലായിരുന്നു. പക്ഷേ ഇത് മറ്റുള്ള കൺട്രികളിലൊക്കെ പാടി കുഞ്ഞുങ്ങളൊക്കെ അത് TV-യിൽ ഇങ്ങനെ ചാനലിലൊക്കെ കാണും, അവർ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഈ പാടി ആരാന്നും എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അന്ന് പാടിയ പാട്ടാണ് 2003 സോറി 2003 ഈ പാട്ട് ഞാൻ പാടിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും പാടി വരുന്നത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ. എന്തായാലും ഈ പാട്ടുകളെല്ലാം അതിൻ്റെ ഒറിജിനൽ ആയിട്ട് പാടിയത് എങ്ങനെയാണെന്നും ഒറിജിനൽ രാഗം എന്താണെന്നും അത് ഇന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. യൂസ്തുസ് ജോസഫിന്റെ ഗാനങ്ങൾ അനശ്വരമായ ഗാനങ്ങളാണ്. നമ്മൾ ക്രൈസ്തവ സംഗീത ശാഖയ്ക്ക് അല്ലെങ്കിൽ മലയാള സംഗീത ശാഖയ്ക്ക് തന്നെ അതൊരു അമൂല്യമായ സമ്പത്താണ്. ആ ഗാനങ്ങൾ അതിൻ്റെ ഒറിജിനൽ രാഗങ്ങളിലൊക്കെ പാടി പോപ്പുലർ ആക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാവർക്കും അത് സാധിക്കുന്ന കാര്യമല്ല, ഒന്നത്. രണ്ടാമത് ഈ പാട്ടുകൾ ആഴമായ അർത്ഥതലങ്ങളുള്ള പാട്ടുകൾ, അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാടുന്നവരും കുറവാണ്. അപ്പോൾ ആ നിലയിൽ നിങ്ങൾക്കത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ 5ാം തലമുറയിൽപ്പെട്ട ഒരു ഗായികയ്ക്ക് അത് ജനങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ അധികം അഭിനന്ദിക്കുന്നു. ഹല്ലേലൂയ. പ്രേക്ഷകർക്കെല്ലാം വേണ്ടി ഞാൻ കുടുംബമായി നിങ്ങളെ അഭിനന്ദിക്കുന്നു. ആ കാര്യത്തിൽ എല്ലാ പാട്ടുകളും അതിൻ്റെ രാഗത്തിൽ തന്നെ നിന്നുകൊണ്ട് അത് പാടാനും സമൂഹത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക, ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക, ആത്മാവേ വേഗം പാവങ്ങളാകെ നീയോർപ്പിക്കുക, ആത്മാവേ വേഗം വന്നാതി പാവങ്ങളാകെ നീയോർപ്പിക്കുക, ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക.
ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. യേശു കുരിശിൽ മരിച്ച സ്വരൂപമൻ മാനസം തന്നിൽ ദീനം. യേശു കുരിശിൽ മരിച്ച സ്വരൂപമൻ മാനസം തന്നിൽ ദീനം. പ്രകാശിപ്പതിന്നു തുണയ്ക്കുന്ന ദൈവമേ, ലേശവും താമസിയ. പ്രകാശിപ്പതിന്നു തുണയ്ക്കുന്ന ദൈവമേ, ലേശവും താമസിയ. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. നികലന്തു മോഹം അവിശ്വാസം വഞ്ചന പകയെന്നിവയൊഴിച്ച്. നികലന്തു മോഹം അവിശ്വാസം വഞ്ചന പകയെന്നിവയൊഴിച്ച്. എന്നകമേ വിശ്വാസം പ്രത്യാശ സ്നേഹങ്ങളെ വേഗമെന്നിൽ തരിക. എന്നകമേ വിശ്വാസം പ്രത്യാശ സ്നേഹങ്ങളെ വേഗമെന്നിൽ തരിക. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ആത്മാവേ വേഗം പാവങ്ങളാകെ നീയോർപ്പിക്കുക. ആത്മാവേ വേഗം പാവങ്ങളാകെ നീയോർപ്പിക്കുക. ഞാനായവയോർത്തു അലറിക്കരവനും തുണച്ചിടുക. ഞാനായവയോർത്തു അലറിക്കരവനും തുണച്ചിടുക. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ വന്നിടുക. ആത്മാവേ വന്നിടുക, വിശുദ്ധാത്മാവേ